പച്ചക്കറികളും കണിവെള്ളരിയും മാത്രമാണ് ഇക്കാലം അത്രയും പെരുവയർ ചെറുകുളത്തൂർ കിഴക്കുംപാടത്ത് നിറസമൃദ്ധമായി വിളഞ്ഞിരുന്നത്. എന്നാൽ കൃഷിയിൽ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന 4 കർഷക സുഹൃത്തുക്കളുടെ പരിശ്രമത്തിൽ ഇത്തവണ കിഴക്കുംപാടത്ത് എള്ളിന്റെ സുഗന്ധം പരക്കുന്നുണ്ട്. ചെറുകുളത്തൂരിലെ മികച്ച കർഷകരായ ചെമ്പായി ബാലകൃഷ്ണൻ, ചന്ദനപ്പുറത്ത് മനോഹരൻ, മുണ്ടക്കൽ പ്രകാശൻ, തോട്ടുപുറത്ത് ജയപ്രകാശൻ എന്നിവരാണ് കിഴക്കുംപാടത്ത് ആദ്യമായി എള്ള് കൃഷി ഇറക്കിയത്. പെരുവയൽ കൃഷിഭവൻ നൽകിയ കാർഷിക സർവകലാശാല വികസിപ്പിച്ച ഹൈബ്രിഡ് വിത്തിനമായ തിലോത്തമയിലായിരുന്നു പരീക്ഷണം. ശാസ്ത്രീയ രീതികൾ അവലംബിച്ച് 1.5 ഏക്കർ വയലിലായിരുന്നു കൃഷി. മാർഗനിർദ്ദേശങ്ങളുമായി പെരുവയൽ കൃഷി ഓഫീസർ ശ്രീജയും പിന്തുണയേകി. 3 മാസം മുൻപ് തുടങ്ങിയ കൃഷി ഇപ്പോൾ വിളവെടുത്തിരിക്കുകയാണ്, അതും കൊയ്ത്തുത്സവമായി തന്നെ. കൃഷിയിൽ ഇറങ്ങാനുള്ള കാരണം, ഞങ്ങൾ ആദ്യം തണ്ണിമത്തൻ കൃഷി ചെയ്തിരുന്നു. കൃഷി ചെയ്ത സമയത്ത് അത് തീരെ തണ്ണിമത്തൻ കിട്ടിയില്ല, അത് വമ്പൻ പരാജയമായി. അതിനുശേഷം ഞങ്ങൾ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കൃഷി ഓഫീസറാണ് പറഞ്ഞത് അവിടെ എള്ളുവിത്തുണ്ട്, അപ്പോൾ ഹൈബ്രിഡ് എള്ളുവിത്താണ്, അത് കൊണ്ടുപോയി കഴിഞ്ഞ് ഉണ്ടാക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ എള്ളു കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. ജനപ്രതിനിധികളും കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശത്തെ കർഷകരും ആദ്യ എള്ളു കൃഷിയുടെ വിളവെടുപ്പിനായി കിഴക്കുംപാടത്തെത്തി. ആദ്യ പരീക്ഷണത്തിൽ തന്നെ മികച്ച വിളവാണ് നാൽവർ സംഘത്തിന് ലഭിച്ചത്. സ്വന്തം ആവശ്യങ്ങൾക്ക് പുറമെ എള്ള് മറ്റു കർഷകർക്ക് കൂടി നൽകാനാണ് ഇവരുടെ തീരുമാനം. ETV ഭാരത്, കോഴിക്കോട്.